എനിക്ക് പണ്ടേ തൊട്ട് ഹലോ കിറ്റി അത് ഇഷ്ടപ്പെടാം. ഇപ്പോഴും ആ പ്രായത്തിൽ തന്നെ നിൽക്കണമെന്നാണ് തോന്നുന്നത്. അത് ഞാനും ബാലും കൂടി വ്ലോഗ് എടുക്കാൻ വേണ്ടിയാണ്. ബാലു വരുമെന്നൊന്നും അറിയില്ല, അത് ആഗ്രഹിച്ചാണ്. ഇനി ഇത് വാങ്ങിച്ചത് പോലും ബാലു പറഞ്ഞിട്ടില്ല വ്ലോഗിൽ വരും ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പൊ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. പറ ഹലോ. സ്പൈഡർമാൻ സ്റ്റൈലിലാണ് ഹലോ പറഞ്ഞത്. ഹലോ, ഞങ്ങൾ അടുത്തത് തെമു ഹോളായിട്ടാണ് വന്നേക്കണത്. കുറച്ചാളായി ഞാൻ ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇടണം എന്ന് വിചാരിക്കുന്ന സമയമില്ല. അതുകൊണ്ട് ഷോർട്സ് ഞാൻ ഇടാറുണ്ട്, ഷോപ്പിംഗ് ഹാൾ ഇടാറുണ്ട്, റിവ്യൂസ് ഇടാറുണ്ട്. അതൊക്കെ കാണാത്തവർക്ക് പോയി കാണാം. പിന്നെ എല്ലാം ഞാൻ പ്ലേലിസ്റ്റിലാക്കി വെക്കുന്നുണ്ട്. സോ ഈസിയാണ്. എൻ്റെ പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ വേഗം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എന്താന്ന് തെമുന്ന് ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യണ പോലെ ഒരു കാര്യത്തിന് വേണ്ടി കുറേ സാധനം ഓർഡർ ചെയ്യും. അങ്ങനെ ഞാൻ ഇപ്പം ഇന്ന് ഒരു കാര്യം എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ എയർപോർട്സിൻ്റെ കേസും വൈറ്റ് ആയതുകൊണ്ട് കുറച്ച് അഴുക്കൊക്കെ പറ്റി. അപ്പോൾ വേറെ എയർപോർട്സിൻ്റെ കേസ് വാങ്ങിച്ചതാണ്. സോ കാണിച്ചത് എന്തൊക്കെയാണ് വാങ്ങിച്ചേക്കണത്. ഇത് ബുക്ക് മാർക്കാണ് കേട്ടോ. ബുക്ക് മാർക്ക് വാങ്ങിച്ചതാണ്. നല്ലൊരു കാണിച്ചത് 2 കിട്ടിയിട്ടുണ്ട്. ഇതിൽ തന്നെ ബുക്ക് മാർക്ക് എഴുതിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സംഭവം കേട്ടോ. ഇതിവിടെ സോ നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചേക്കണത് ഗിൽറ്റർ പെൻസ് ആണ്. കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചത്. പെൻ കളക്ഷൻസ് കുറെ ക്യൂട്ട് സ്റ്റഫും ഞാൻ വാങ്ങിക്കാറുണ്ട് എപ്പോൾ തെമൂന്ന് ഓർഡർ ചെയ്താലും. അപ്പൊ നെക്സ്റ്റ് എന്താന്ന് നോക്കട്ടെ. ഇത് നെയിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാട്ടോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ബട്ട് ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇടും. അപ്പം നെയിൽ ആർട്ടിന് വേണ്ടി വാങ്ങിച്ചേക്കണേന് ഇത് സാക്കൂന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്കെച്ച് പെൻ പോലത്തെ പല പല കളേഴ്സ് കളർ പെന്നാണ് ഇത്. ഇങ്ങനെ മാറ്റി കളർ ചെയ്യാൻ പറ്റണത്. അങ്ങനെ പല കളേഴ്സ്. ഓക്കെ, നമ്മ കാണിക്കട്ടെ. അങ്ങനെ പല കളേഴ്സ് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി നല്ല രസമുണ്ട്. അടുത്തത് ഞാൻ തന്നെ മറന്നു എന്തൊക്കെയാണ് ഓർഡർ ചെയ്തേക്കണേന്ന്. അടുത്തത് ഇത് നെയില് ആർട്ടിന് വേണ്ടി കുറച്ച് സംഭവങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ബേസ് കോട്ടും ടോപ്പ് കോട്ടും വാങ്ങിച്ചതാണ്. അങ്ങനെ പിന്നെ ഇതൊരു ഗ്ലൂ ആണ്. സോ നെക്സ്റ്റ് എന്താ, ഞാൻ കുറെ നെക്സ്റ്റ് ഇതെന്താ സംഭവം ഞാൻ തന്നെ മറന്നു. എന്ന് പൊട്ടിച്ച് നോക്കട്ടെ. ഞാൻ കുറെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ് വാങ്ങിച്ചേക്കണേന്ന്. നെക്സ്റ്റ് വന്നത് ഇതൊരു ജെല്ലാട്ടോ. ഇത് ഞാൻ നെയിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വന്നത് ഓയിൽ പെയിന്റ് ആണ്. എനിക്ക് പെയിന്റിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചുമ്മാ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഓയിൽ പെയിന്റ്. പിന്നെ ഇതെല്ലാം കുറേ സംഭവം വാങ്ങിച്ചതിന്റെ മെയിൻ ഇത് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ ഇത് കാണിച്ചു തരാം. അവരുടെ ഓക്കെ സാക്കോ ഒരു മിനിറ്റ്. തെമുവിന്റെ എല്ലാ ഫോൺ കേസും ഇതേപോലെ എയർപോർട്ട് കേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാട്ടോ. ലൈക്ക് 2-3 പൗണ്ട്. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇനി ഇതെന്താന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സാക്ക് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് അവിടെ ഇങ്ങോട്ടും ഓടി കിടക്കുന്നുണ്ട്. ഇത് പെയിന്റിങ്ങിന് വേണ്ടി കുറെ പെയിന്റിങ്ങിന് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പെയിന്റ് ചെയ്യാനുള്ള സംഭവം കവറൊക്കെ. ഇത് 365 ഡേയ്സ് സെൽഫ് ഡിസ്കവറി എന്ന് പറഞ്ഞ ഒരു ജേർണൽ പ്രോംപ്റ്റ് ഒക്കെ ഉള്ളതാണ്. അത് പിന്നെ ഏതെങ്കിലും ഒരു ഷോർട്സിലാ എന്തെങ്കിലും ഞാൻ കാണിക്കാം. നെക്സ്റ്റ് നോക്കട്ടെ. നെക്സ്റ്റ് വന്നത് അക്രൈലിക് കളേഴ്സ്. എല്ലാം പെയിന്റിങ്ങിന്റെ സംഭവങ്ങളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് ലവ് യു ടു. അപ്പം നെക്സ്റ്റ് വന്നത് ഹൗ വെൽ ഡു യു നോ മീ. ഇത് ഞാനും ബാലും കൂടി, ഇത്
കുട്ടിയായിട്ടാ. ഞാൻ കുറച്ചും കൂടി വലുതാന്ന്, ഞാൻ സൈസ് ഒന്നും നോക്കിയില്ല. നോർമലി അവിടെ സൈസ് നോക്കി വാങ്ങിക്കണ ഇനങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാനത് നോക്കിയില്ല. ഇങ്ങനെ ഒരു കുട്ടി ഇത് വാങ്ങിച്ചത്. ഞാനും ബാലും കൂടി വ്ലോഗ് എടുക്കാൻ വേണ്ടിയാണ്. ബാലു വരുമെന്നൊന്നും അറിയില്ല, അത് ആഗ്രഹിച്ചാണ്. ഇനി ഇത് വാങ്ങിച്ചത് പോലും ബാലു പറഞ്ഞിട്ടില്ല വ്ലോഗിൽ വരും ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പൊ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. നോക്കാം. പിന്നെ കുറച്ച് പെയിന്റിങ് ബ്രഷ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ കുറച്ച് പെയിന്റിങ് ബ്രഷ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നോക്കാം. അടുത്തത് ഇതൊക്കെ നെയിൽ സ്റ്റിക്കേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വാങ്ങിച്ചിരുന്നു ഞാൻ നെയിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി. അടുത്തത് എന്താ, തീർന്നോ? ഇല്ല തീർന്നിട്ടില്ല. എനിക്ക് പണ്ടേ തൊട്ട് ഹലോ കിറ്റി അത് ഇഷ്ടപ്പെടാം. ഇപ്പോഴും ആ പ്രായത്തിൽ തന്നെ നിൽക്കണമെന്നാണ് തോന്നുന്നത്. ഹലോ കിറ്റി പിന്നെ ക്യൂട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് ഹലോ കിറ്റിയുടെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇതിനെക്കാട്ടും. എന്ത് രസം. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചത്. അമ്മയുടെ നോക്കട്ടെ താക്കു, നോക്കിക്ക, നല്ല രസമില്ലേ? എയർപോർട്ട് കവർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അയ്യോ എന്തൊരു ക്യൂട്ടാ. എയർപോർട്ടിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ജേർണലിങ്ങിന് വേണ്ടി കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്, വേർഡിങ്സ് ഒക്കെ ഉള്ളത്. അത്രയുള്ളെന്ന് എൻ്റെ വിശ്വാസം. അത്രയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനിയും ഞാൻ വേറെ കണ്ടന്റ് ആയിട്ട് വേഗം വന്നിട്ട് അതൊക്കെ കാണാം. സപ്പോർട്ട് ചെയ്യുക, എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യണ പോലെ. പിന്നെ ഈ തെമു വ്ളോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാ, ഈ എയർപോർട്ട് കേസ് ഹലോ കിട്ടിയതാ. ക്യൂട്ടാ. അപ്പം ദാറ്റ്സ് ഇറ്റ്. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. പറഞ്ഞെന്താന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്.